ചാൻസലർ തന്നെ ഹൈക്കോടതിയിൽ നൽകിയ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതി വളരെ വ്യക്തമായി പുറപ്പെടുവിച്ച വിധിയുടെ വിശദാംശങ്ങൾക്ക് വിരുദ്ധമായി, അതുപോലെ KTU ആക്ടിന് തന്നെ വിരുദ്ധമായി ഇപ്പോൾ ഒരു വൈസ് ചാൻസലറെ ചാൻസലർ നിയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ആലോചനയും സംസ്ഥാന ഗവൺമെൻറ്റുമായി നടത്താതെ ഏകപക്ഷീയമായിട്ടാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. അത് KTUവിൻ്റെ ആക്ടിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇന്നലെ വന്നിട്ടുള്ള ഹൈക്കോടതി വിധിയിൽ വളരെ വ്യക്തത വരുത്തി തന്നെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്കും എതിരായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യവസ്ഥാപിത ചട്ടക്കൂടുകൾക്കൊക്കെ അപ്പുറത്തുകൂടി സഞ്ചരിക്കാൻ ബഹുമാനപ്പെട്ട ചാൻസലർ ശ്രമിക്കുന്നത് വളരെ അധികം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം എന്ന അജണ്ട നടപ്പിലാക്കാനാണ് ബഹുമാനപ്പെട്ട ചാൻസലർ പരിശ്രമിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. സാമൂഹ്യനീതി സങ്കല്പനങ്ങളൊക്കെ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ട നടപ്പാക്കുന്ന പണിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ചാൻസലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളുടെ മികവാർന്ന പ്രവർത്തനം ഉറപ്പുവരുത്താനായി നല്ല നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒട്ടേറെ നവീകരണ പദ്ധതികളും പരിശ്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയത്ത് ആ ശ്രമങ്ങൾക്കാകെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ അതിനെ സഹായിക്കേണ്ടുന്ന ബഹുമാനപ്പെട്ട ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്, അപലപനീയമാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട് പുറത്തു പോകേണ്ടെന്ന വ്യക്തിയാണ്. ഇപ്പോഴും പലവിധ അന്വേഷണങ്ങൾ, അതായത് ഏറ്റവും അവസാനമായി സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് രേഖകൾ കാണാതെ പോയി എന്ന് നടക്കുന്ന അന്വേഷണങ്ങൾ നേരിടുന്ന വ്യക്തി കൂടിയാണ്. ആ നിയമനത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസുമായി ബന്ധപ്പെട്ട സർവകലാശാലയാണ് കേരളത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സ്ഥാപിതമായിട്ടുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ആ സർവകലാശാലയെ വളരെ നല്ല നിലയിൽ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ VC ആയി പ്രവർത്തിച്ചിരുന്ന ശ്രീ സജി ഗോപിനാഥ്. ഇപ്പോൾ നേരത്തെ വലിയ വിവാദങ്ങളിൽ കക്ഷി ചേർക്കപ്പെട്ടിരുന്ന ശ്രീമതി സിസ തോമസിനെ ബഹുമാനപ്പെട്ട ചാൻസലറുടെ പ്രീതി അനുസരിച്ച് നിയോഗിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിലും സംസ്ഥാന ഗവൺമെൻറ്റുമായി ഏതെങ്കിലും വിധത്തിലുള്ള ആലോചനകൾ നടത്തിയിട്ടില്ല. ഈ സംസ്ഥാന സർവകലാശാലകൾക്ക് അതിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നത് സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവയാണ് പൊതു സർവകലാശാലകൾ. കേരളത്തിൻ്റെ അഭിമാനമായി തന്നെ നമ്മുടെ പൊതു സർവകലാശാലകൾ രാജ്യത്തെ പൊതു സർവകലാശാലകളുടെ റാങ്ക് പട്ടികയിൽ 9, 10, 11 ഒക്കെ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ വികലമായ നിലയിൽ പുറകിൽ നിന്ന് കുത്തുന്ന നടപടികൾ സ്വീകരിക്കുന്നത് തീർച്ചയായും പ്രതിഷേധാർഹമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഡിജിറ്റൽ സയൻസ് സർവകലാശാല ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ധാരാളം വ്യക്തികൾ വളരെ ക്വാളിഫൈഡായിട്ട് ഈ സർവകലാശാലയെ നയിക്കാൻ ലഭ്യമാകാമായിരുന്നു എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി നിൽക്കുമ്പോൾ വിവാദ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെ വൈസ് ചാൻസലേഴ്സായിട്ട് വയ്ക്കേണ്ടുന്നതായിട്ടുള്ള ഒരു സ്ഥിതി ഒഴിവാക്കാമായിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പെൻഷൻ ആനുകൂല്യ പ്രശ്നങ്ങളൊക്കെ സിസാ തോമസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കേസുകൾ സാങ്കേതിക സർവകലാശാല നൽകിയ ഒരു കേസുണ്ട്. അപ്പോൾ ഈ നിയമനത്തിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ? ഇനി സർക്കാർ തന്നെയാണ് സിസയ്ക്ക് ശമ്പളം നൽകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് വേറെ വിഷയമാണല്ലോ, അത് വേറെ വിഷയമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം KTU ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് KTU ആണ്. KTUവിൻ്റെ ആക്ടിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായും
അതുപോലെ ഇന്ന് ലഭിച്ച കോടതി വിധിയുടെ വിശദാംശങ്ങൾക്ക് വിരുദ്ധമായുമാണ് ഇപ്പോൾ KTUവിന് ഒരു പുതിയ വൈസ് ചാൻസലറെ താൽക്കാലികമായിട്ടാണെങ്കിലും നിയമിച്ചിട്ടുള്ളത്. ആ വ്യക്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ആശയവിനിമയവും സംസ്ഥാന ഗവൺമെൻറ്റുമായി നടത്തിയിട്ടില്ല എന്നുള്ളത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഒരു മാസത്തോളമായി സർവകലാശാല സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇന്നലെയാണ് ഈ വിധി വരുന്നത്. തൊട്ടടുത്ത ദിവസം VC നിയമനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിലൊരു കണക്ഷൻ ഇല്ല. അത് കോടതികളോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ പ്രതിഫലനമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു കോടതി വിധി വന്നിട്ടും അതിനെ മറികടന്നുകൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നത് അതെങ്ങനെയാണ് സാധിക്കുക? ഭരണഘടന പറഞ്ഞു വച്ചിട്ടുള്ള ഭരണഘടനാ ദത്തമായിട്ടുള്ള ഫ്രെയിം വർക്കിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വ്യക്തികൾക്ക് അധികാരമുണ്ടോ എന്നുള്ള വളരെ പ്രസക്തമായൊരു ചോദ്യം കൂടി ഈ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിൽ ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതിനൊക്കെ ഒരു വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ടല്ലോ. ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണല്ലോ എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. പ്രവർത്തനത്തിന് ആ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനപ്പുറത്തേക്ക് പോയി എന്തെങ്കിലും ചെയ്യാനുള്ള ഏകാധിപത്യപരമായിട്ടുള്ള ഒരു അധികാരം ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്.